Assalamu alaikum. Welcome to our next class, Nutrient Solution. The process of absorption and utilization of mineral ions by the plant for the growth and development is known as mineral nutrition. പ്ലാന്റ്സിന് വളരാനും അതിൻ്റെ വികസനത്തിനും വേണ്ടിയിട്ട് മിനറൽ അയേൺസിനെ അവർ അബ്സോർബ് ചെയ്യുകയും ഉപയോഗിക്കുന്നതിന് പറഞ്ഞ പേരാണെന്ത്? മിനറൽ ന്യൂട്രിഷൻ. ഈ മിനറൽ ന്യൂട്രിഷൻ പ്ലാന്റ്സിന് അത്യാവശ്യമാണ്. നമുക്ക് ഫുഡ് എന്ന പോലെ പ്ലാന്റ്സിന് ഈ ധാതു ലവണങ്ങൾ അത്യാവശ്യമാണ്. ഈ ധാതു ലവണങ്ങളിൽ മാത്രം പ്ലാന്റ്സിനെ വളർത്തുന്ന രീതിയെ പറയുന്ന പേരാണെന്ത്? ഹൈഡ്രോപോണിക്. The technique of growing plants in the nutrient solution. ന്യൂട്രിയൻ സൊല്യൂഷനിൽ പ്ലാന്റ്സിനെ വളർത്തുന്ന രീതി ഇത് ജൂലിയസ് വോൺ സാച്ച് 1860 പ്രപ്പോസ് ചെയ്തത്, ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് ഫസ്റ്റായിട്ട്. ഇനി ഈ മിനറൽസ്, എസെൻഷ്യൽ മിനറൽ എലമെൻറ്റ്സ് 105 മിനറൽസ് ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 60ഓളം മിനറൽസ് പ്ലാന്റ്സിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ 60 എലമെൻറ്റ്സും അത്യാവശ്യമാണോ? അല്ല. അതിൽ 17 എസെൻഷ്യൽ എലമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. എന്നാൽ എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിന് പകരക്കാരായിട്ട് വേറെ ഒരു എലമെൻറ്റ് ചേർക്കാൻ പറ്റില്ല. ഓരോ എലമെൻറ്റ്സിനും അതിൻ്റെ സ്പെസിഫിക് റോളുകളുണ്ട്. അതിന് പകരമായിട്ട് വേറെ പ്ലാന്റ്സിൻ്റെ മെറ്റബോളിക്സ് ആക്ടിവിറ്റിയിലും അത് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ഈ 17 എസെൻഷ്യൽ എലമെൻറ്റ്സ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ, മെഗ്നീഷ്യം, കാൽസ്യം, മാംഗനീസ്, സിങ്ക്, അയേൺ, കോപ്പർ, ബോറോൺ, മോളിബ്ഡിയം, ക്ലോറിൻ ആൻഡ് നിക്കൽ. ഈ 17 ഇതിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ്. ഇനി നമുക്ക് നോക്കാം എസെൻഷ്യൽ മിനറൽ എലമെൻറ്റ്സ്. ഔട്ട് ഓഫ് ദ ഡിസ്കവേർഡ് 105 എലമെൻറ്റ്സ്, 60 elements are discovered in plants. Among these, 17 elements are absolutely essential for the normal growth and development. 17 നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാന്റ്സിന് അത്യാവശ്യം. അതിന് പറയുന്ന പേരാണെന്ത്? എസെൻഷ്യൽ എലമെന്റ്സ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന 17. ഇനി എന്തൊക്കെയാണ് ക്രൈറ്റീരിയ? ഒരു എലമെൻറ്റിന് പകരം മറ്റൊരു എലമെൻറ്റ് പറ്റില്ല. ഓരോ എലമെൻറ്റ്സിനും അതിൻ്റേതായ റോളുകളുണ്ട്. ഓരോന്നും ഡയറക്റ്റായിട്ട് മെറ്റബോളിക് ആക്ടിവിറ്റിയിലേക്ക് പങ്കെടുക്കുന്നുണ്ട്. ദ എലമെൻറ്റ്സ് മസ്റ്റ് ബി അബ്സല്യൂട്ട്ലി നെസസറി ഫോർ എ സപ്പോർട്ടിംഗ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. നോർമൽ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും സപ്പോർട്ട് ചെയ്യുന്ന എലമെൻ്റ് ആയിരിക്കണം. ദാറ്റ് ഇസ് ദ വൺ ഫസ്റ്റ് ക്രൈറ്റീരിയ. ദ റിക്വയർമെൻറ്റ് ഓഫ് ദ എലമെൻറ്റ് മസ്റ്റ് ബി സ്പെസിഫിക് ആണ് and not replaced by another. ഒന്നിന് പകരം ഒന്നാവില്ല. ഓരോ എലമെൻറ്റിനും അതിൻ്റെതായ റോളുകളുണ്ട്. The element must be directly involved in the metabolism of the plant. പ്ലാന്റ് മെറ്റബോളിസത്തിന് അത് ഡയറക്ട്ലി ഇൻവോൾവ് ആയിരിക്കണം. ഇനി ഈ 17 എസെൻഷ്യൽ എലമെൻറ്റ്സിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. മൈക്രോ ന്യൂട്രിയൻസ്, അതേപോലെ മാക്രോ ന്യൂട്രിയൻസ്. അവർ പ്ലാന്റ്സ് വലിച്ചെടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ അനുസരിച്ച് മൈക്രോ മാക്രോ എന്ന് രണ്ടായി തരത്തിരിക്കുന്നുണ്ട്. മാക്രോ എന്ന വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നമുക്ക് ഒരുപാട് കൂടുതൽ എമൗണ്ട് അവർ വലിച്ചെടുക്കുന്നതിന് അതിന് മാക്രോ ന്യൂട്രിയൻസ് വിച്ച് ഇസ് കളക്റ്റഡ് ബൈ ദ പ്ലാന്റ്സ് ബൈ ലാർജ് എമൗണ്ട്, അതാണ് മാക്രോ. ദ ന്യൂട്രിയൻസ് വിച്ച് കളക്റ്റഡ് സ്മോൾ എമൗണ്ട് ആണെങ്കിൽ അത് മൈക്രോ ന്യൂട്രിയൻസ്. ഏതൊക്കെയാണ് മാക്രോ ന്യൂട്രിയൻസ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം. അതേപോലെ മൈക്രോ ന്യൂട്രിയൻസോ അയൺ, മാംഗനീസ്, കോപ്പർ, മോളിബ്ഡിയം, സിങ്ക്, ബോറോൺ, ക്ലോറിൻ ആൻഡ് നിക്കൽ. ഇത്രയുമാണ് മൈക്രോ ന്യൂട്രിയൻസ്. നെക്സ്റ്റ്, ഫങ്ഷൻ ഓഫ് എസെൻഷ്യൽ എലമെന്റ്സ്. എസെൻഷ്യൽ എലമെന്റ്സിന്റെ ഫങ്ഷൻ എന്തൊക്കെയാണ്? ആക്ട് ആസ് എ കമ്പോണന്റ് ഓഫ് ബയോമോളിക്യൂൾസ്. ബയോമോളിക്യൂൾസിന്റെ കമ്പോണന്റ് ആയിട്ട് അത് ആക്ട് ചെയ്യുന്നുണ്ട്. ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ മെറ്റബോളിക് ആക്ടിവിറ്റീസ്, ഫോട്ടോസിസ്, റെസ്പിറേഷൻ, ഇങ്ങനത്തെ പറഞ്ഞ പ്രോസസ്സിനൊക്കെ ഉള്ള കമ്പോണൻസ് ആയിട്ട് ആരൊക്കെ ആക്ട് ചെയ്യുന്നത്? എസെൻഷ്യൽ എലമെന്റ്സ്. ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആൻഡ് നൈട്രജൻ. ഇതൊക്കെയാണ് അതിന് എക്സാമ്പിൾ. നെക്സ്റ്റ്, കമ്പോണൻസ് ഓഫ് എനർജി റിലേറ്റഡ് കെമിക്കൽ കോമ്പൗണ്ട്സ്.
എനർജി റിലേറ്റഡ് പ്ലാന്റ്സിൻ്റെ എനർജി സ്റ്റോറേജിനും അങ്ങനത്തെ കാര്യത്തിന് എനർജി റിലേറ്റഡ് കെമിക്കൽ കോമ്പൗണ്ട്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതും അതിൻ്റെ ഒരു ഫങ്ഷനാണ്. എന്താണ്? മെഗ്നീഷ്യം ഇൻ ക്ലോറോഫിൽ ആൻഡ് ഫോസ്ഫറസ് ഇൻ ATP. മെഗ്നീഷ്യം ക്ലോറോഫിലും ഫോസ്ഫറസ് ATP പ്രൊഡക്ഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ആക്ടിവേറ്റ് ഓർ ഇൻഹിബിറ്റ് എൻസൈം. എൻസൈംസിൻ്റെ ആക്ടിവേറ്റ് ചെയ്യാനും ഇൻഹിബിറ്റ് ചെയ്യാനും ചില എസെൻഷ്യൽ എലമെൻറ്റ്സ് പ്രവർത്തിക്കുന്നുണ്ട്. മെഗ്നീഷ്യം ആക്ടിവേറ്റർ ഇൻ ദ റുബിസ്കോ ആൻഡ് പെപ്പ്. റുബിസ്കോ പെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡാർക്ക് റിയാക്ഷൻ്റെ കാര്യങ്ങളാണ്. ഡാർക്ക് റിയാക്ഷൻ്റെ സമയത്ത് മെഗ്നീഷ്യം ഒരു ആക്ടിവേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സിങ്ക് ആക്ടിവേറ്റർ ആയിട്ട് ആൽക്കഹോൾ ഡീഹൈഡ്രോജിനേസ്, ആൽക്കഹോളിൻ്റെ ഡീഹൈഡ്രോജിനേസിനെ സിങ്ക് ആക്ടിവേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മോളിബ്ഡിയം ആക്ടിവേറ്റർ ഇൻ നൈട്രോജീനേസ്, നൈട്രോജീനേസിൻ്റെ എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മോളിബ്ഡിയം ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി സം ക്യാൻ ഓൾട്ടർ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഓഫ് ദ സെൽ. സം ക്യാൻ, ചില എസെൻഷ്യൽ എലിമെൻറ്റ്സിന് ഓൾട്ടർ ചെയ്യാൻ പറ്റും ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഓഫ് ദ സെൽ. നമ്മൾ ഓസ്മോസിസ് ഒക്കെ പഠിച്ചിട്ടില്ലേ? ഓസ്മോട്ടിക് പൊട്ടൻഷ്യലിനെ ഇങ്ങനെ എന്തൊക്കെയാണ് ചിലതിനും പറ്റുന്നുണ്ട്. പൊട്ടാസ്യം ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ദി സ്റ്റൊമാറ്റ. പൊട്ടാസ്യം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റൊമാറ്റയുടെ ഓപ്പണിങ്ങിനും ക്ലോസിങ്ങിനും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? പൊട്ടാസ്യം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മിനറൽ ആക്ട് ആസ് എ സൊല്യൂട്ട് വിച്ച് ഡിറ്റർമൈൻ ദ വാട്ടർ പൊട്ടൻഷ്യൽ ഓഫ് ദ സെൽ. വെള്ളത്തിൻ്റെ വാട്ടർ പൊട്ടൻഷ്യലിനെ ഓഫ് ദ സെൽസിനെ ഡിറ്റർമൈൻ ചെയ്യാൻ എന്ത് മിനറൽസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാമാണ് അതിൻ്റെ ഫങ്ഷൻസ്. നെക്സ്റ്റ് അതിൻ്റെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഡെഫിഷ്യൻസി എന്തൊക്കെയാണ്, ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ടോക്സിസിറ്റി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നെക്സ്റ്റ്, ഡെഫിഷ്യൻസി സിംറ്റം ഓഫ് എസെൻഷ്യൽ എലമെൻറ്റ്സ്. ഒരു എസെൻഷ്യൽ എലമെൻറ്റ്സിൻ്റെ ഡെഫിഷ്യൻസി സിംറ്റം എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാം? അത് പറഞ്ഞേക്കാൾ മുന്നേ ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ. എന്താണ് ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ? ഓരോ പ്ലാന്റ്സിനും അതിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഒരു പെക്യുലർ കോൺസെൻട്രേഷനിൽ വേണം. എന്ന് പറഞ്ഞാൽ ഓരോ എലമെൻറ്റും ഓരോ പ്ലാന്റിനും വ്യത്യസ്തമായിരിക്കും അതിൻ്റെ പേഴ്സൻറ്റേജ് അത് വലിച്ചെടുക്കുന്നത്. ആ ക്രിട്ടിക്കൽ കോൺസെൻട്രേഷന് താഴെ ആയിക്കഴിഞ്ഞാൽ അത് പ്ലാന്റിന് ഡെഫിഷ്യൻസിയാണ്. ആ എലമെൻറ്റ് ആ പ്ലാന്റിൽ കുറവാണ്. ആ ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ്റെ എമൗണ്ട് ആ പ്ലാന്റിൽ ഉണ്ടായിരിക്കണം. എന്താണ് ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ? ദിസ് ഈസ് എ കോൺസെൻട്രേഷൻ ഓഫ് ദ എസെൻഷ്യൽ എലമെൻറ്റ്. എസെൻഷ്യൽ എലമെൻറ്റിൻ്റെ കോൺസെൻട്രേഷനാണ് ബിലോ വിച്ച് ദ പ്ലാന്റ് ഗ്രോത്ത് ഈസ് റിട്ടാർഡഡ്. അതിന് താഴെ വന്നാൽ പ്ലാന്റ് ഗ്രോത്തിനെ അത് ബാധിക്കും. The essential elements is said to be deficient when present below the critical concentration. Essential element എങ്ങനെയാണ്? essential element said to be deficient. ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ കോൺസെൻട്രേഷന് ബിലോ വന്നു കഴിഞ്ഞാലാണ് അതിനെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ആ എലമെന്റ് ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി ഡെഫിഷ്യൻസി സിംറ്റം ഓഫ് എസെൻഷ്യൽ എലമെന്റ്സ്. എങ്ങനെയാണ് ഡെഫിഷ്യൻസി സിംറ്റം അറിയുക? ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ താഴെ വന്നു കഴിഞ്ഞാൽ ഡെഫിഷ്യൻസി സിംറ്റംസ് എന്ന് പറഞ്ഞു. ഇനി ആ ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ താഴെ വന്നത് ഡെഫിഷ്യൻസി ഒന്നോ അതിൽ കൂടുതലോ എലമെന്റിന്റെ ഡെഫിഷ്യൻസി മുഖേന എന്ത് സംഭവിക്കുക? അതിൻ്റെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിനെ അത് ബാധിക്കും. ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിനെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് വിസിബിൾ ആവുക? അതിൻ്റെ മോർഫോളജിക്കൽ സ്ട്രക്ചർ അടിസ്ഥാനം നമുക്ക് വിസിബിൾ ആവും. ഈ മോർഫോളജിക്കലായിട്ട് ഇതിൻ്റെ ഡിഫോർമാലിറ്റീസ് സംഭവിക്കുമ്പോഴാണ് അതിനെ പറയുന്നത് ഡെഫിഷ്യൻസി സിംറ്റം ഓർ ഹങ്കർ സൈൻ. The deficiency of one or more essential element cause certain abnormality in the physiology of the plant. പ്ലാന്റ്സിൻ്റെ ഫിസിയോളജിയിൽ ചില എബ്നോർമാലിറ്റീസ് ക്രിയേറ്റ് ചെയ്യും. അതായത് ഈ ഡെഫിഷ്യൻസി, ഈ എലമെൻസിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഒന്നോ അതിൽ കൂടുതലോ ഡെഫിഷ്യൻസി, എലമെൻസിൻ്റെ ഡെഫിഷ്യൻസി പ്ലാന്റ്സിൻ്റെ ഫിസിയോളജിക്ക് ചില വ്യത്യാസങ്ങൾ കാണിക്കും. ഈ ഫിസിയോളജിക്കൽ അബ്നോർമാലിറ്റീസ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? മോർഫോളജിക്കൽ ഡിഫോർമാലിറ്റീസിലൂടെ. മോർഫോളജി എന്ന് പറഞ്ഞ പ്ലാന്റ്സിന്റെ സ്ട്രക്ചർ, ലീഫ്, സ്റ്റമ്മ്, ഫ്ലവറിങ്, ഫ്രൂട്ടിങ്, അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സ് പ്ലാന്റ്സ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ വളർച്ചയെ അത് കാണിച്ചു തരും. ഈ വളർച്ചയിൽ കാണിക്കുന്നത് അല്ലെങ്കിൽ വളർച്ചയിലെ പോരായ്മകൾ കാണിക്കുന്നതിന് അതിന് പറയുന്നത് ഡെഫിഷ്യൻസി സിംറ്റം ഓർ ഹങ്കർ സൈൻ. Deformalities caused due to the deficiency of essential elements are called deficiency symptom or hunger sign.
ഡെഫിഷ്യൻസി ഫസ്റ്റ് കാണിക്കുക ഏതിലാണ്? ഓൾഡർ ലീവ്സിലാണ് അല്ലെങ്കിൽ ഓൾഡർ ടിഷ്യൂസിലാണ്. ഡെഫിഷ്യൻസി സിംറ്റംസ് appear first in the older tissues. പിന്നെ ഈ ഡെഫിഷ്യൻസി സിംറ്റം ഇൻ പ്ലാന്റ്സ് ഇൻക്ലൂഡ് ക്ലോറോസിസ്, ക്ലോറോഫിലിൻ്റെ പിഗ്മെൻറ്റ് കുറയുക. ക്ലോറോഫിലിൻ്റെ പിഗ്മെൻറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫോട്ടോസിൻസിസ് എന്ന പ്രോസസ്സ് നടക്കാത്ത കാരണമാണ് ക്ലോറോഫിലിൻ്റെ പിഗ്മെൻറ്റ് കുറയുന്നത്. അപ്പോൾ ഫോട്ടോസിൻസിസ് എന്ന പ്രോസസ്സ് നടക്കണമെങ്കിൽ എന്ത് വേണം? ക്ലോറോഫിൽ പിഗ്മെൻറ്റ് വേണം. ക്ലോറോസിസ് എന്ന് പറഞ്ഞാൽ ക്ലോറോഫിൽ പിഗ്മെൻറ്റ് ഇല്ലായിരിക്കുക. നെക്രോസിസ്, പ്രായമാകുന്നതിന് മുന്നേ, ശരിക്കും അതിൻ്റെ വളർച്ചത്തിനേക്കാൾ മുന്നേ ഇലകൾ പൊഴിഞ്ഞു പോവുക, അതാണ് നെക്രോസിസ്. സ്റ്റാൻഡേർഡ് പ്ലാന്റ് ഗ്രോത്ത് കുരുടിച്ചു വരിക, സ്റ്റാൻഡേർഡ് ആയിട്ട് വരിക, എന്നാലും വെൽ ഡെവലപ്ഡ് ആവാതിരിക്കുക. പ്രീമച്വർ ഫോൾ ഓഫ് ദ ലീഫുകൾ ചെറിയ പ്രായത്തിൽ തന്നെ കൊഴിഞ്ഞു വീഴുക. ആൻഡ് ബഡ്സ്, മൊട്ടുകളും ലീഫുകളും കൊഴിഞ്ഞു വീഴുക. ആൻഡ് ഇൻഹിബിഷൻ ഓഫ് സെൽ ഡിവിഷൻ, പ്രോപ്പറായിട്ട് സെൽ ഡിവിഷൻ നടക്കാതെ പറ്റുക. ഇതെല്ലാമാണെന്ത്? ഡെഫിഷ്യൻസി സിംറ്റംസ്. അപ്പോൾ നമ്മൾ ഡെഫിഷ്യൻസി സിംറ്റം എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിന് ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ ബിലോ ആണെങ്കിൽ ആ പ്ലാന്റിൽ ആ എലമെൻറ്റിന് ഡെഫിഷ്യൻസി എന്നുണ്ട്. ആ എലമെൻറ്റ് ഡെഫിഷ്യൻസി നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അതിന് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിനെ അത് ബാധിക്കും. ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിനെ ബാധിച്ചാൽ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് അതിൽ കാണും. ആ മോർഫോളജിക്കൽ ക്യാരക്ടറിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് അത് എലമെൻറ്റിൻ്റെ ഡെഫിഷ്യൻസി ആണെന്നും അതേപോലെ ഹങ്കർ സൈൻ ആണെന്ന് മനസ്സിലാവുന്നത്. എങ്ങനെയൊക്കെയാണ് ഡെഫിഷ്യൻസി സിംറ്റംസ് appear ഫസ്റ്റ് ഇൻ ദ ഓൾഡ് ടിഷ്യൂ? ഫസ്റ്റ് ആദ്യം കാണുന്ന ഇതിലാണ്, ഓൾഡ് ടിഷ്യൂസിലാണ്. പിന്നെ ഏതൊക്കെയാണ്? ക്ലോറോസിസ്, നെക്രോസിസ്, സ്റ്റാൻഡേർഡ് പ്ലാന്റ് ഗ്രോത്ത്, പ്രീമച്വർ ഫോൾ ഓഫ് ദ ലീഫ്, ഇൻഹിബിഷൻ ഓഫ് സെൽ ഡിവിഷൻ. ഇത്രയാണ് ഡെഫിഷ്യൻസി കാണുന്നത്. നെക്സ്റ്റ്, ടോക്സിസിറ്റി ഓഫ് ദ മൈക്രോന്യൂട്രിയൻറ്റ്. മൈക്രോന്യൂട്രിയൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാന്റ്സിൽ വളരെ കുറച്ച് മാത്രം എടുക്കുന്നവയാണെന്ത്? മൈക്രോന്യൂട്രിയൻ്റ് എന്ന് പറയുന്നത്. മിനറൽ ന്യൂട്രിയൻസ് വളരെ കുറഞ്ഞ അളവിൽ എടുക്കുന്ന ന്യൂട്രിയൻസിനെയാണ് മൈക്രോന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ആ മൈക്രോന്യൂട്രിയൻസിൻ്റെ ചെറിയ രീതിയിലുള്ള കുറവ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഡെഫിഷ്യൻസി എന്നാണ് പറയുക. അത് കൂടിക്കഴിഞ്ഞാൽ ടോക്സിസിറ്റി. പക്ഷെ അത് മൈക്രോ ന്യൂട്രിയൻസിനെ ബാധിക്കുന്നില്ല. എന്ത്? ടോക്സിസിറ്റി. കാരണം അത് കുറേ എമൗണ്ട് എടുക്കുന്നതാണ്. ആ ന്യൂട്രിയൻസ് ഒരുപാട് ലാർജ് എമൗണ്ടാണ് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നത്. ഇത് മൈക്രോ ന്യൂട്രിയൻസിനെ അതിൻ്റെ അളവിൽ നിന്നും കൂടിയാൽ ടോക്സിസിറ്റി ആയിട്ട് മാറും. മൈക്രോ ന്യൂട്രിയൻസ് ആർ റിക്വയർഡ് ഇൻ എ വെരി സ്മോൾ എമൗണ്ട്, അല്ലേ? ചെറിയ അളവാണ് പാടുള്ളൂ. ആൻഡ് മോഡറേറ്റ് ഡിഗ്രീസ് കോസസ് ഡെഫിഷ്യൻസി ആൻഡ് മോഡറേറ്റ് ഇൻക്രീസ് കോസസ് toxicity. Any mineral ion concentration in tissue reduces the dry weight of the tissue. അതിൻ്റെ dry weight കുറവ് സംഭവിച്ചാൽ by about 10% considered toxic. അതിൻ്റെ ഡ്രൈ വെയിറ്റിൽ നിന്നും അതിന് കുറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാം അത് ടോക്സിക് ആണെന്ന്. എന്നാൽ മിനറൽ ന്യൂട്രിയൻറ്റിൻ്റെ ടോക്സിക് ആണെന്ന്. ദ എക്സസീവ് ക്വാണ്ടിറ്റി, ഏതെങ്കിലും മിനറൽ ന്യൂട്രിയൻസ് എക്സസീവ് ക്വാണ്ടിറ്റി കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൽ കിട്ടുന്ന ഏതെങ്കിലും മിനറൽസിൻ്റെ ഡെഫിഷ്യൻസി മുഖേനയാണ് അത് മറ്റേത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി കൂടുന്നത്. പക്ഷെ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിന് കുറച്ച് പകുതിരിവുകളുണ്ടാവും. The excessive quantity of an element may inhibit the uptake of the another element. അതുകൊണ്ട് അനദർ എലമെന്റ് എന്ത് വരും? ഏതെങ്കിലും ഡെഫിഷ്യൻസി കൊണ്ട് മറ്റേ എലമെന്റ് അതിലേക്ക് കയറി വരും. സിംറ്റംസ് ഓഫ് ദ മാംഗനീസ് ടോക്സിസിറ്റി. മാംഗനീസിന് ടോക്സിസിറ്റി ഉണ്ട്. ബ്രൗൺ സ്പോട്ട് സറൗണ്ടഡ് ബൈ ദ ക്ലോറോട്ടിക് വെയിൻ. ക്ലോറോട്ടിക് വെയിൻ്റെ മെയിൻ വെയിൻ്റെ ഭാഗത്ത് ബ്രൗൺ സ്പോട്ട്സ് എല്ലാം കാണും. വെയിൻ സൈഡിലൊക്കെ ബ്രൗൺ സ്പോട്ട്സ് കാണുന്നതാണ് മാംഗനീസിൻ്റെ ടോക്സിസിറ്റി ഉണ്ടാവണം. മേ ആക്ച്വലി ബി ഡെഫിഷ്യൻസി സിംറ്റംസ്. ഡെഫിഷ്യൻസി സിംറ്റം എന്തിനായിരിക്കാം? അയേണിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയും ഡെഫിഷ്യൻസി ആയിരിക്കാം മാംഗനീസിനെ കൂട്ടാൻ കാരണം. അതുകൊണ്ട് അവിടെ ടോക്സിസിറ്റി വരുന്നത്. ഇതാണ് ടോക്സിസിറ്റി ഓഫ് ദ മൈക്രോ ന്യൂട്രിയൻസ്. നമ്മളിന്ന് മൈക്രോ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ മിനറൽ ന്യൂട്രീഷൻ എന്താണെന്ന് പഠിച്ചു, ഹൈഡ്രോപോണിക് പഠിച്ചു, ഏതൊക്കെയാണ് എസെൻഷ്യൽ എലമെൻറ്റ്സ് 17 എസെൻഷ്യൽ എലമെൻറ്റ്സിനെ കുറിച്ച് പഠിച്ചു. അതിൽ രണ്ടായിട്ട് മൈക്രോ ന്യൂട്രിയൻസ് തരംതിരിക്കേണ്ട. അളവ് കൂടുതൽ വലിച്ചെടുക്കുന്ന മാക്രോ, കുറഞ്ഞ അളവിലത് മൈക്രോ ന്യൂട്രിയൻസ്. മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഫങ്ഷൻസ് പഠിച്ചു, അല്ല ന്യൂട്രിയൻസിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സിൻ്റെ ഫങ്ഷൻസ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെഫിഷ്യൻസി ഓഫ് ദ മൈക്രോ
എന്താ ന്യൂട്രിയൻസ് പഠിച്ചു. കാരണം ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ കോൺസെൻട്രേഷന് കുറവ് കഴിഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ടോക്സിസിറ്റി. I hope you all understand. Thank you.